இங்க பாரு வா வா ഹലോ ഗായ്സ്, സമയം രാവിലെ 4 മണി. ഞങ്ങളിവിടെ കോയമ്പത്തൂര് ഫിഷ് മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കും. അത് ഗൈസ് ഏകദേശം ഒരു 3:30 ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതായത് ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റിലോട്ടാണ്. ഞാൻ കോയമ്പത്തൂർ വന്നിട്ട് ഇതുവരെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കട കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് അവിടുത്തെ ഫിഷ് ഒന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ലായിരുന്നു. ഇവിടെ ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ പോകുന്ന വഴിക്ക് കാണുന്ന ഈ ഒരു ബ്ലൂ ബിൽഡിംഗ് കണ്ടോ, അതാണ് ഇവിടുത്തെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ്. ഹലോ ഗൈസ്, ഏകദേശം ഒരു 500 മീറ്ററിനുള്ളിൽ ഫിഷ് ഉണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്, പച്ച ഫിഷിന്റെ സ്മെല്ല്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുറച്ചധികം ദൂരം ട്രാവൽ ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 3:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഒരു 4:10 4:20 ആയി ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. കണ്ടോ, എത്തിയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ സ്കൂട്ടി വെക്കാനുള്ള സ്ഥലവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരെ മുൻപോട്ട് വന്നിട്ട് ഞങ്ങൾ സ്കൂട്ടി പാർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പാർക്കൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറി. മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി ഇത്രയും ആൾക്കാരോ, അതും ഈ സമയത്ത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഫിഷ് ആണെങ്കിൽ അത്രയും വെറൈറ്റി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഡാമിൽ നിന്ന് പിടിച്ച ഫിഷ്, കടലിൽ നിന്ന് പിടിച്ച ഫിഷ്, പിന്നെ ഇവിടെ അടുത്തുള്ള പുഴയിൽ നിന്ന് പിടിച്ച ഫിഷ്. ഏകദേശം ഒരു 80% ഫിഷും ഫ്രഷാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി ഏകദേശം ഒരു സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി അവസാനം ഈ ഒരു മാർക്കറ്റിലെത്തി. ഇവിടുന്ന് ഞങ്ങൾ പ്രോൺസിൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു. ഇപ്പം പുഴയിൽ നിന്ന് പിടിച്ച പ്രോൺസ് ആണെങ്കിൽ 400 രൂപയും മറ്റേതിന് കടലിൻ്റെ ആണെങ്കിൽ 1 കിലോന് 600 രൂപയായിരുന്നു. ഇത്രയും വലിയ പ്രോൺസ് 600 രൂപയ്ക്ക് ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കോയമ്പത്തൂർ ഇതിനേക്കാൾ റേറ്റ് വരാറ്. നമുക്ക് ഫിഷ് കിട്ടി ഗൈസ്. അങ്ങനെ പ്രോൺസ് ഒക്കെ മേടിച്ച് ഞങ്ങൾ നേരെ കുറച്ചും കൂടെ ഉള്ളിലോട്ടുള്ള മാർക്കറ്റിലോട്ട് പോയി. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ചെറിയ ചെറിയ കടയിലൊക്കെ ഇവിടെ നിന്നാണ് അവർ മേടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ഇത് മേടിക്കുമ്പോൾ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ മിനിമം ഒരു 1 kg മേടിക്കണം, അതിൽ കുറഞ്ഞിട്ട് ഇവർ തരത്തില്ല. ഞങ്ങൾ 1 kg മാത്രം വാങ്ങിച്ചുകൊണ്ട് ഇത്ര റേറ്റ് വന്നത്. പക്ഷേ ഹോൾസെയിലായിട്ട് ഒരുപാട് ബൾക്കായിട്ട് മേടിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ റേറ്റ് കുറക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് അടുത്ത ഫിഷ് മാർക്കറ്റിൽ വന്നിട്ട് ഈ ഒരു ചുവന്ന മീനാണ് മേടിച്ചത്. ഇതിന് 1 കിലോന് 150 റുപ്പീസ്. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ കുറച്ച് ഫിഷ്, ഇത് കുറച്ചൊന്നല്ല ഒരുപാടുണ്ട്, ഇത് ധാരാളമായിരുന്നു. അതുകൊണ്ട് ഒത്തിരി ഫിഷൊന്നും മേടിച്ചില്ല. പിന്നെ മേലൊരു ബോർഡും ഉണ്ട്, നന്ദി വീണ്ടും വരിക. കണ്ടോ, ഫിഷ് മാർക്കറ്റ് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് കൊള്ളാം. കേരളത്തിൽ വന്നതിന് ശേഷം തമിഴ്നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മാർക്കറ്റ് കാണുന്നത്. ഇതിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വന്നിട്ട് 1 വർഷത്തിന് മേലെയായി. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹോൾസെയിൽ ഡീലർ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത്. എന്നെ പറ്റിച്ചതാണോ എന്നൊരു സംശയം. ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒറ്റക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഫിഷ് വാങ്ങിച്ചിട്ട് പോയേനെ. മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ തന്നെ 5 മണിയായി ഗൈസ്. കണ്ടോ, അങ്ങനെ ഞങ്ങൾ പ്രോൺസ് ഒരു 1 kg മേടിച്ചിട്ടുണ്ട്. പിന്നെ ചുവന്ന മീനും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ചുവന്ന മീന് 150 റുപ്പീസ് എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു ഗൈസ്. അപ്പം മീനൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുക. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ തന്നെ ഇറങ്ങിയൊരു വണ്ടിയായത്. ഇത് മാത്രമല്ല, ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ സ്കൂട്ടറിലൊക്കെ വണ്ടിയിൽ ഇതേപോലെ മീൻ എടുത്തിട്ട് പോകുന്നവർ ഒത്തിരി പേരുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലേ. ഞാൻ ഗൂഗിളിനോടും ചോദിച്ച്, ഗൂഗിൾ ഒന്ന് തലയാട്ടുന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ഏകദേശം നമ്മൾ അപ്പാർട്ട്മെന്റ് സൈഡിൽ എത്താറായി. അപ്പോഴാണ് ഗൂഗിൾ പറയുന്നത് എനിക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ ബേക്കറിയിൽ വന്നേക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ ബേക്കറി ആട്ടോ. അങ്ങനെ ഗൂഗിളിനൊരു ചായയും എനിക്കൊരു കാപ്പിയാണ് പറഞ്ഞത്. ഇവിടെ കോയമ്പത്തൂർ വന്നതിന് ശേഷം എനിക്കറിയുന്ന ഏകദേശം 2 മലയാളികളുടെ ഷോപ്പാണുള്ളത്. ഒരുപാട് മലയാളികളുടെ ഷോപ്പുണ്ട്, പക്ഷേ ഞാൻ ഈ 2 മലയാളികളുടെ ഷോപ്പിലാണ് മെയിൻ ആയിട്ട് പോകാറുണ്ട്. വൈകിട്ട് ചുമ്മാ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് മഷ്റൂം കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് മേടിച്ചു തരാറുണ്ട്. ഇവിടുന്ന് മേടിച്ചു തരും, പിന്നെ മറ്റേ മലയാളി ഷോപ്പിൽ നിന്ന് മേടിച്ചു തരും. പിന്നെ അതേപോലെ തന്നെ രാവിലെ ഞങ്ങൾ ഇതേപോലൊരു പുറത്തിറങ്ങുന്നൊരു പരിപാടി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ കോഫിയും ഉഴുന്നോടെയൊക്കെ മേടിക്കുന്നത് ഇവിടെ നിന്നാണ്. അങ്ങനെ ഞങ്ങൾ ചുടു ഉഴുന്നോടെയൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. ഏകദേശം വീടെത്താറായി. ഒരു 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ടെത്തും. ഞങ്ങൾ ഉഴുന്നോടൊക്കെ മേടിച്ച് വീട്ടിൽ വന്ന് ലിഫ്റ്റിൽ കയറാൻ പോകുന്നത്. ലിഫ്റ്റ് 3rd ഫ്ലോർ പൊക്കോണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ തെണ്ടി തിരിഞ്ഞ് വീട്ടിലെത്തി ഗൈസ്. കണ്ടില്ലേ, മീനൊക്കെ നല്ല ഫ്രഷ് ആയിട്ടാണ് ഉള്ളത്. മറ്റേ ഈ ചുവന്ന മീൻ ഞാൻ പറഞ്ഞില്ല, ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ 350 രൂപയിൽ കുറഞ്ഞിട്ട് ഈ സൈസിൽ നമുക്ക് ഈ മീൻ കിട്ടാറില്ല. ഇത് 150 രൂപക്കാണ് കിട്ടിയത്. പിന്നെ അതേപോലെ ഈ ചെമ്മീനാണെങ്കിൽ ഇപ്പം നമ്മൾ അടുത്തുള്ള ഈ മീൻ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു 800 സംതിങ്, ഒരു 900 രൂപയെങ്കിലും ഈ ചെമ്മീൻ ഇവർ പറയും. ഇത് ഞങ്ങൾക്ക് 1 kg 600 റുപ്പീസിനാണ് കിട്ടിയത്. അങ്ങനെ മീനൊക്കെ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് തലകറങ്ങുക. കാരണം ഇത് ഞാൻ തന്നെ വൃത്തിയാക്കണ്ടേ. കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഉഴുന്നുവട കഴിക്കാൻ പോയി. സമയം കണ്ട് ഏകദേശം 5:40 സമയം. അങ്ങനെ ഞങ്ങൾ ഉഴുന്നുവടയൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല സുട മുരിഞ്ഞ് ഉഴുന്നുവട കഴിക്കാൻ പോവുക. പുറത്ത് വെട്ടം വരാത്തത് കൊണ്ട് 6 മണിയാകുമ്പോൾ വെട്ടം വരും എന്നുള്ളത് കൊണ്ട് ആ സമയം നോക്കിയിട്ട് ഫിഷ് ക്ലീൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. 6:15 ആയപ്പോഴേക്ക് ഏകദേശം വെട്ടമൊക്കെ വന്ന് പിന്നെ ഞാൻ മീനൊക്കെ എടുത്ത് പുറത്ത് വന്ന് സെറ്റ് ചെയ്ത് ഇപ്പം മീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം ഗൈസ്. ടാറ്റാ, ബൈ ബൈ.
ക്ലീൻ ചെയ്യും.